ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റാഷിസ് കിച്ചൻ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നല്ല പുഴ മീൻ കൊണ്ടൊരു മുളക് ചാറാണ്. നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു മീനും കൂടിയാണ്. നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് മീനിന്. നമ്മുടെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താഴെ കാണുന്ന ബെൽ ബട്ടൺ ഓളൊന്ന് പ്രസ് ചെയ്തൊന്ന് സപ്പോർട്ടൊന്ന് ചെയ്തേക്കണേ. അപ്പം നമ്മുടെ ഇവിടേക്ക് നമുക്ക് സാധാരണ കിട്ടുന്നത് മീനൊക്കെ വെച്ചാൽ നമ്മ മീൻ കറിയാണോ കൂട്ടുന്നതെന്ന് തോന്നിപ്പോകും. പക്ഷേ ഈ മീൻ എന്ന് വെച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് കഴിക്കാത്തവർ കൂടി കഴിച്ചു പോകുന്ന സൂപ്പർ ടേസ്റ്റുള്ള നല്ല പിടയ്ക്കണ പുഴമീനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റുള്ള മുളക് ചാറ് ഉണ്ടാക്കിയെടുക്കാം. ഇതായിപ്പോൾ വെളിച്ചെണ്ണ ചട്ടിയിൽ ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മിക്സിയിലേക്ക് ഒരു 5-10 ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കാം. അത് മസാലപ്പൊടികളെല്ലാം ചെറിയ പാക്ക് ചെയ്ത് മീഷോന്ന് വാങ്ങിച്ചതാണ്. നല്ലൊരു ഡബ്ബയാണ്. അപ്പോൾ നമുക്ക് ചെറിയ മസാല വലിയ കുപ്പിയിൽ നിന്നൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ആവശ്യത്തിനുള്ള ഇതിനകത്ത് ഇടുക. നമുക്ക് ആവശ്യത്തിനായിട്ട് എടുക്കാം. നല്ലൊരു ഡബ്ബയാണ്. അപ്പോൾ ഇത് നമ്മുടെ പുഴമീൻ പിടയ്ക്കണ പുഴമീൻ കിടക്കുന്നത് കണ്ടോ. അപ്പോൾ നമ്മുടെ അനിയത്തിൻ്റെ വീട്ടിലുള്ള സ്പെഷ്യലാണ് ഈ പുഴമീൻ വെച്ചുള്ള കറികളെല്ലാം. അപ്പോൾ അവിടെ പോയാലാണ് ഞങ്ങൾക്ക് സ്വാദിഷ്ടമായ പുഴമീൻ കറി കൂട്ടാൻ പറ്റുന്നത്. നല്ല ടേസ്റ്റാണ്. ഞാനിതൊന്നും കഴിക്കാറുണ്ടായില്ല. അവിടെ ചെന്നതിന് ശേഷം നമുക്ക് ഇതിൽ കഴിച്ച് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഉലുവയെല്ലാം പൊട്ടി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അരച്ചത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മുടെ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇത് ചെറിയ സ്പൂണാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ അളവ് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ കോരിയിടുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്താൽ മതിയാകും. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാല നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് മാങ്ങ കഷ്ണങ്ങൾ ചെറുതായി അരിഞ്ഞു വെച്ചത് നമുക്കതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മാങ്ങ ജസ്റ്റ് വേവണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മാങ്ങ ഇട്ടതിന് ശേഷം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തേക്ക് കറിക്ക് എന്തോരം ചാറ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ മൂടി വെച്ച് 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ മീൻ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരുവിധം വലിയ മീനെല്ലാം കറികളിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മീൻ ചെറിയ മീനുകൾ പൊരിക്കാനും എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വലിയ മീനുകളൊക്കെ നോക്കി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ മാങ്ങ വെന്ത് കഴിഞ്ഞ ശേഷം ചേർത്താൽ മതി. മീൻ പൊടിഞ്ഞു പോകരുതല്ലോ. അതുകൊണ്ടാണ് ലാസ്റ്റ് മാങ്ങ എല്ലാം വെന്തതിന് ശേഷം മീനും മാത്രം ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് പെട്ടെന്ന് വേവുന്ന മീനാണ്. അപ്പോൾ നമുക്ക് കറിയിലൊക്കെ മീനെല്ലാം ചേർത്ത് കൊടുത്ത് ബാക്കി ചെറിയ പൊടി മീനെല്ലാം പൊരിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മീൻ വെന്ത് വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മൂടി വെച്ചേക്കാം. അനിയത്തിൻ്റെ വീടിൻ്റെ അടുപ്പിനൊരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെ ഒരു ചിമ്മിണിയൊക്കെ ആയിട്ട് നമ്മൾ ടാറ്റ കൊടുത്താൽ ഓഫാകും. ആ ടൈപ്പ് അടുപ്പാണ്. നമ്മുടെ കയ്യിൽ അങ്ങനത്തെ ഇല്ല. അത് കാരണം ഇപ്പോൾ വെറൈറ്റി കണ്ടതുകൊണ്ട് ഞാൻ വീഡിയോയിലൊന്ന് ഇടാമെന്ന് ഓർത്താണ്. നമ്മളിങ്ങനെ കൊടുത്ത് അതിനനുസരിച്ച് നമുക്ക് മാറ്റിയെടുക്കാം. അതിൻ്റെ സെക്ഷൻ മാറ്റിയെടുക്കാം. അപ്പോൾ പുതിയ സൈസ് അടുപ്പ് അവർ ഫിറ്റ് ചെയ്തതാണ്. ആദ്യം നമ്മൾ സാധാരണ ഗ്യാസ് അടുപ്പാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മീൻ കറിയിൽ നമ്മൾ കയ്യിലിട്ടൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ 2 തുണി വെച്ച് പിടിച്ചിട്ടൊന്ന് ചുറ്റിക്കൊടുത്താൽ മതിയാകും. കയ്യിലിട്ടൊക്കെ ഇളക്കി വരുമ്പോഴത്തേക്കും നമ്മുടെ ചെറിയ മീനുകളെല്ലാം കുഴഞ്ഞു പോകും. അത് കാരണം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ കറി
സൂപ്പർ ടേസ്റ്റുള്ള പുഴമീൻ കറി റെഡി ആയിരിക്കുകയാണ്. വായിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിക്കാൻ പോവുകയാണ് ഞങ്ങൾ ചോറെല്ലാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള ഈ മീൻ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആർക്കെങ്കിലും പുഴമീൻ ഫ്രഷ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇൻഷാ അല്ലാ ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടൺ ഓളൊന്ന് പ്രസ് ചെയ്തൊന്ന് സപ്പോർട്ടൊന്ന് ചെയ്തേക്കണേ. ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.